അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്നത്തേതൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. ഗോബി മഞ്ചൂരിയനും ഫുൽക്കയുമാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന അടിപൊളി കോംബോ ആണിത്. അപ്പം ഞാനിപ്പോൾ ഇത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. കോളിഫ്ലവർ കണ്ടപ്പം സാധാരണ അത് ഈവനിങ് സ്നാക്കായിട്ട് പൊരിച്ചെടുക്കാറാണ്, ഗോബി 65 ഒക്കെ ആക്കാറാണ്. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും ഡിന്നറിന് വേണ്ടിയിട്ട് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം, അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഫുൽക്ക ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടും കൂടെ ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റി. അപ്പം ഞാനിപ്പോൾ ആദ്യം ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കുകയാണ്. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പാണ് എടുത്തത്. 240 ml കപ്പാണിത്. അപ്പോൾ അതിൽ 2 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇതങ്ങ് കുഴച്ചെടുക്കണം. അപ്പം ഞാനിപ്പം ആ ഒരു 240 ml ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായി ഇട്ടിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഒരുമിച്ച് കുറേ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ലൂസായി പോകും. അപ്പോൾ നമ്മൾ വീണ്ടും പൊടിയിട്ടിട്ട് ടൈറ്റ് ആക്കേണ്ടി വരും. അപ്പം അത് ഒഴിവാക്കാം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഇട്ടിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു 2 കപ്പ് ഗോതമ്പ് കുഴക്കാനായിട്ട് ഞാനിപ്പോൾ ആ ഒരു കപ്പ് മുഴുവനായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ കൈയിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് കുത്തി അങ്ങ് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പം ഞാനിപ്പോൾ ഈ ബൗളിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള മാവൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഈ ഒരു മാവ് ഇപ്പം നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകൂടെ സോഫ്റ്റൻ ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് മുകളിലൊന്ന് വിതറി കൊടുത്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒരുപാട് എടുക്കണ്ട. ഒരു കൈക്കുമ്പിൾ എടുത്തിട്ട്, അതായത് ഏകദേശം ഒരു 2-3 ടീസ്പൂൺ വെള്ളം എടുത്താൽ മതി. എന്നിട്ട് അത് ഇതിന് മുകളിൽ, ഈ മാവിൻ്റെ മുകളിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് ഉരുട്ടി കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി കുഴച്ചെടുക്കുമ്പം കൈയിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അങ്ങനെ സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഈ മാവ് നമ്മൾ എത്ര നന്നായിട്ട് അങ്ങനെ കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ടുള്ള ഫുൽക്ക കിട്ടും. അപ്പം ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും ഇപ്പം പുറമേ കാണാനില്ല. ആ ബൗളൊക്കെ നന്നായിട്ട് ഞാൻ ഇങ്ങനെ വടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നിങ്ങനെ കൈകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നങ്ങനെ കുത്തി കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പം ആ ലാസ്റ്റ് വെള്ളം ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 5-8 മിനിറ്റോളം ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ടാവും. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ പൊടിയൊന്നും ചേർത്തിട്ട് കുഴച്ചെടുക്കണമെന്നില്ല. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബൗളും ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈയും നന്നായിട്ട് ക്ലീനായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഒന്നങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം മാത്രമേ നമ്മളിത് ചുട്ടെടുക്കാവൂ. അപ്പോൾ ഒന്ന് അവിടെ സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം വെക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് വരെ നമുക്കങ്ങനെ വെക്കാം. ഈ സമയത്തേക്കും നമുക്ക് ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ ഏകദേശം ഒരു 600 ഗ്രാമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാനിപ്പം കുറച്ച് സമയം വിനീഗർ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ അങ്ങനെ അങ്ങ് മുക്കി വെച്ചതാണ്. എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉള്ളതെന്നങ്ങ് പുറത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും വരുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ പുഴുക്കളെ കൊണ്ട് കളിയായിരിക്കും, ഇഷ്ടമല്ല അന്ന് തിന്നാൻ. അതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും എന്തോ ഞാനിതങ്ങനെ കഴിക്കാറില്ല. അപ്പം അന്നൊക്കെ ഉമ്മ തോരനായിട്ടൊക്കെ ഉണ്ടാക്കും ചോറിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ വൈകുന്നേരം ചായക്കടിയായിട്ട് കൂട്ടിലൊക്കെ മുക്കി പൊരിക്കാറുണ്ട്. അന്നൊന്നും ഞാൻ പിന്നെ അത് തൊടയില്ല, ആ ഭാഗത്തേക്കേ പോവില്ല. ഇപ്പം അടുത്ത കാലത്തായിട്ട് ഞാനതൊക്കെ തിന്ന് നോക്കാറുണ്ട്. ആ പൊരിച്ചതൊക്കെ നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ അങ്ങനെ അങ്ങ് തിന്ന് തുടങ്ങി. അപ്പം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നിങ്ങനെ നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും. ചെറിയ ഫ്ലോററ്റ്സ് ആക്കി എടുക്കാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്നങ്ങ് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചൂടാകാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക്
കോളിഫ്ലവറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരുപാട് സമയം വെന്ത് പോകണമെന്നില്ല, ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിനെ ഒരു കൂട്ടിലിട്ട് മുക്കി പൊരിക്കുക ചെയ്യുക. അപ്പം പെട്ടെന്ന് ഉള്ളു വെന്തില്ലെങ്കിലോ അങ്ങനെ പൊരിക്കുന്ന സമയത്ത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വേവിച്ചെടുത്തത്. അല്ലാതെ ഡയറക്റ്റായിട്ട് കൂട്ടിലിട്ട് മുക്കി പൊരിക്കുകയും ചെയ്യാം, പക്ഷേ ഉള്ളു വെന്തിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് ഒന്നങ്ങ് ബ്ലാൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ വെള്ളത്തിലങ്ങനെ വെച്ചിട്ട് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് കുക്കായി വരുമ്പോഴേക്കും ചെറുതായിട്ടൊക്കെ മണം വരും. അപ്പോൾ ഏകദേശം ഒന്ന് കുക്കായി എന്നാണ് അർത്ഥം. അപ്പം ഞാനിപ്പോൾ ഇത് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വെള്ളം ഊറാനായിട്ട് ഒരു അരിപ്പയിലേക്ക് അങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മുക്കി പൊരിക്കാനായിട്ടൊരു കൂട്ടുണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പെപ്പർ പൗഡർ, ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ്, കുറച്ച് കളറൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല, ഇതൊക്കെ സോസിൽ ചേർക്കാമെന്ന് വിചാരിച്ചു, ആ ഒരു ഗ്രേവിയിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളം പോരാന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റാക്കി എടുത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒന്നങ്ങ് ആ ഒരു ബൗളൊന്ന് വെച്ചിട്ട് കുലുക്കി എടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആയിക്കോളും. അപ്പം ഞാനിപ്പോൾ ഇത് കോളിഫ്ലവറിൻ്റെ മാത്രം കണക്കായിട്ടുള്ളൊരു മസാല മിക്സാണ് ഉണ്ടാക്കിയത്. അതല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റ് ആക്കിയിട്ടൊന്ന് നല്ലൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് മുക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ പിന്നെ അത് കുറേ അങ്ങ് ബാക്കിയായി പോകും, അത് വെറുതെ വേസ്റ്റ് ആവുകയല്ലേ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് മാത്രം ആ ഒരു കോളിഫ്ലവറിന് മാത്രം കണക്കാക്കിയിട്ട് പേസ്റ്റാക്കി എടുത്തത്. അപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കോളിഫ്ലവർ പൊരിക്കാനും അതിനുശേഷം ഒരു സോസ് ഉണ്ടാക്കാനും കൂടിയിട്ടുള്ളൊരു പാത്രം തന്നെയാണ് എടുത്തത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ എണ്ണയിലേക്ക് ഇട്ടിട്ട് 1-2 മിനിറ്റ് അങ്ങനെ വെക്കുക. എന്നിട്ട് അതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് മുരിച്ചെടുക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഞാനിപ്പം ഒരുപാടങ്ങ് എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് എണ്ണ ഇട്ടിട്ടെല്ലാം ഒന്നങ്ങ് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കളറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു റെഡ് കളറൊക്കെ കിട്ടും. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു ഗോബി മഞ്ചൂരിയനിൽ ഒരു ഫുഡ് കളറും ചേർത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ പൊടിച്ച മുളക് നല്ലൊരു കളറാണ്, കാശ്മീരി റെഡ് ചില്ലി നല്ല കളറോട് കൂടിയിട്ടുള്ള തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സാദാ മുളക് പൊടിയും കാശ്മീരിയും പകുതി എടുത്തിട്ടാണ് നമ്മളിവിടെ പൊടിച്ചെടുക്കാറ്. അപ്പം ആവശ്യത്തിനുള്ള എരിവും ആവശ്യത്തിനുള്ള കളറും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ ഇതിലൊരു ഫുഡ് കളറൊന്നും ഇട്ടിട്ടില്ല. ആ ഒരു മുളകിൻ്റെ കളറ് തന്നെയാണ് ഈ ഒരു സോസിനൊക്കെ ഉള്ളത്. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊരു ബൗളിലേക്ക് അങ്ങ് എടുത്ത് മാറ്റാം. ഇതിലേക്ക് എക്സസ് ഓയിലെല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് ആ ഒരു ടിഷ്യൂ പേപ്പർ അങ്ങ് കുടിച്ചോളും. അങ്ങനെ കോളിഫ്ലവറൊക്കെ ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തവിയോളം ഓയിലും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം അതിലൊരുപാട് ഓയിലുണ്ട്, ആ ഗ്രേവിക്ക് കൂടുതലായിട്ട് ഓയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തവിയോളം ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഇപ്പോൾ ഉണ്ടാവും. ഇതിപ്പം നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. സവാളയും ക്യാപ്സിക്കവും ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കുറച്ച് വലിയ സൈസായിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടിട്ട് കൊടുക്കേണ്ടത്. സൈസ് അതിൻ്റെ അത് ചെറുതാക്കേണ്ട. നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നില്ലേ, കുറച്ച് വലിയ സൈസായിട്ടല്ലേ കാണാൻ കിട്ടുന്നത്. ആ ഒരു കോളിഫ്ലവറിൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളിയും അതുപോലെ ക്യാപ്സിക്കവും കുറച്ച് വലിയ സൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അങ്ങോട്ട് കുഴഞ്ഞു പോകുന്ന പോലെ ആവരുത്, ആ ഒരു ക്രിസ്പിയോട് കൂടിയിട്ട് തന്നെ കിട്ടണം. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഒരു 1-2 മിനിറ്റ് അങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഒരു ഹോട്ട് ആൻഡ് സോറിൻ്റെ സോസ് ഉണ്ട്, അതും 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഡാർക്ക് സോയാ സോസാണ് എൻ്റെ അടുത്തുള്ളത്, അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ലൈറ്റ് ആണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ ഉള്ളിയിലും ക്യാപ്സിക്കത്തിലും സോസൊക്കെ നന്നായിട്ടൊന്നങ്ങ് പിടിച്ച് കിട്ടണം. പിന്നെ ഒന്നങ്ങ് ചൂടായി വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്നങ്ങ്
ഒരു 3-4 മിനിറ്റ് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലവറിൻ്റെ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അങ്ങിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തതാണ്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് തിക്കായി വരും. ഈ ഒരു സോസ് ഗ്രേവി ഒന്നങ്ങ് തിക്കാവും. അപ്പം നമുക്കിപ്പോൾ ഒരുപാട് ഗ്രേവി വേണ്ട, ഈ ഒരു കോൺഫ്ലവർ മിക്സിൻ്റെ ആ ഒരു ഗ്രേവി മാത്രം മതി എന്നാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺഫ്ലവർ മിക്സ് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് മിക്സാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയായി. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് വെച്ചപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സോസ് തിളച്ച് വന്നിട്ടുണ്ട്. കോൺഫ്ലവർ മിക്സൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തിട്ടുള്ള ആ കോളിഫ്ലവർ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടില്ല, എന്നാൽ ഒരുപാട് ഗ്രേവിയും ഇല്ല. ഇതിപ്പം എല്ലാം കൂടെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് തിളച്ചിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ചില സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം കൂടുതൽ ഡ്രൈ ആയതുകൊണ്ട് ഞാനിപ്പം നല്ല ചൂടായിട്ടുള്ള വെള്ളം ഒരു 1/4 ഗ്ലാസോളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉപ്പിൻ്റെ കുറേ കുറവുണ്ട്. പിന്നെ അതുപോലെ കുറച്ചൊരു സ്വീറ്റായിരിക്കും നമ്മുടെ ഈ ഒരു ഗോബി മഞ്ചൂരിയൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ചതുള്ളത് കൊണ്ട് ചേർത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് സാധാരണ പഞ്ചസാര തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റി ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ടങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. ആ ഒരു ഉള്ളിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ ആ ഒരു ക്രിസ്പിയും അതുപോലെ ഗോബി ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടി നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് നന്നായി മിക്സാക്കിയ ശേഷം അടച്ചു വെക്കാം. പിന്നെ ഈ ഒരു ഗോബി മഞ്ചൂരിയനൊക്കെ നല്ല ചൂടോടുകൂടി തിന്നുന്നതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പം ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൽക്ക ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും ഇങ്ങനെ ഫ്രീ ആയിട്ട് വെച്ചിട്ട്. ഇനി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി കുഴച്ചെടുത്തിട്ട് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിലുള്ള ബോളാക്കി എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ജോയിൻറ്റ്സ് ഒന്നും ഇല്ലാണ്ടൊരു ബോളാക്കി എടുക്കാനാണ് നോക്കേണ്ടത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പം മുകളിലും അടിയിലൊക്കെ ആയിട്ട് നന്നായിട്ട് പൊടി വിതറി കൊടുത്തിട്ട് എന്താ പറയുക, ഒരു ക്ലോക്ക് വൈസിൽ പരത്തിക്കൊണ്ട് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. പിന്നെ ഒരുപാടങ്ങ് നേരിയതായി പോകണ്ട, ഒരു മീഡിയം തിക്നെസ് വെച്ചിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ കുറച്ച് ആയതിനു ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് പരത്തുമ്പം ഒട്ടിപ്പിടിച്ച് പോകാണ്ടിരിക്കാൻ നന്നായിട്ട് പൊടി വിതറി കൊടുക്കണം. എന്നിട്ടൊന്ന് കൈ കൊണ്ട് നമുക്ക് ഉടഞ്ഞെടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഒരു 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുത്തിട്ട് ബാക്കിയുള്ളത് പരത്തിയെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് ചൂടായി വരട്ടെ. ഇപ്പോൾ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് തുടച്ചെടുക്കാം. എന്നിട്ട് ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കണം. അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചപ്പാത്തി ഞാനിപ്പം ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ആറി വന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തിരിച്ചിട്ട ഭാഗം നന്നായിട്ട് കുക്കായി വരണം. ആ ഒരു സൈഡ് നന്നായി കുക്കായി വന്നാൽ അടുത്ത ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയറക്റ്റായിട്ട് ഗ്യാസിൻ്റെ മുകളിൽ അങ്ങ് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും അത് നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല പൊക്കള പോലെയായി വരും. അപ്പോൾ ഇനി ഇതിപ്പോൾ നന്നായിട്ട് 2 ഭാഗവും കുക്കായി വന്നാൽ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പം ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് വെക്കാണ്ട് തന്നെ നമുക്ക് പാനിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ
ചുട്ടെടുക്കാം. ഒരു ഭാഗം നന്നായിട്ടൊന്നങ്ങ് ആറി വന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഇടുമ്പോഴേക്കും അത് നന്നായിട്ട് പൊക്കള പോലെ പൊങ്ങി വരും. പിന്നെ ഇതിലേക്ക് എണ്ണ ഒന്നും തടവി കൊടുക്കണ്ട. അതുപോലെ പൊടി കുഴച്ചെടുക്കുമ്പോഴും എണ്ണയൊന്നും വേണമെന്നില്ല. പിന്നെ ഇത് പരത്തുമ്പം ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട്, ഒരു കീറൊന്നും ഇല്ലാണ്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. അല്ലെങ്കിൽ ആ കീറിലോട്ട് അങ്ങ് ആവി പുറത്ത് പോയിട്ട് പൊങ്ങൽ അങ്ങ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഫുൽക്കയും ഗോബി മഞ്ചൂരിയനും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊരു ചപ്പാത്തിയാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സാലഡ് ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പം ഒന്നുമില്ല, വെജിറ്റബിൾ സാലഡ്, കുറച്ച് കക്കിരിയുണ്ട്, പച്ചമുളക്, വെജിറ്റബിൾ സാലഡാണ്, കുറച്ച് കുക്കുംബർ, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് സവാള, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അരമുറി നാരങ്ങ പിഴിഞ്ഞതും, കുറച്ച് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞമണ്ടി കുഴച്ചെടുക്കുമ്പം എല്ലാ സത്വം അങ്ങ് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചോറിനായാലും ചപ്പാത്തിക്കായാലും ഈ ഒരു വെജ് സാലഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അങ്ങനെ ഗോബി മഞ്ചൂരിയൻ ആൻഡ് ഫുൽക്ക നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. എനിക്കൊന്ന് ഗോബി മഞ്ചൂരിയൻ ഞാൻ ഫസ്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതത്ര ക്ലിയർ ഒന്നുമില്ല, തീരെ ക്ലിയർ ഇല്ലാത്ത ഒന്നാണ്. ഉണ്ടാക്കിയതൊക്കെ ഏകദേശം ഇതേ മോഡലിൽ തന്നെയാണ്, പക്ഷെ ക്ലിയറും ഇല്ല, അതുപോലെ വോയിസ് ഇല്ല. അത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതൊരുപാട് വ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെട്ട ഒന്നാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോസ് കാണണേ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കി കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജും കമൻറ്റൊക്കെ വരുന്നുണ്ട്. ഇനി അങ്ങോട്ടും ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവണം. നിങ്ങൾക്ക് വേണ്ടുന്ന റെസിപ്പീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മെസ്സേജിലൂടെ പറഞ്ഞാലും ഞാനത് നോക്കിയിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി കാണിക്കാം. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഇൻഗ്രീഡിയൻസോട് കൂടി തന്നെ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാനത് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമുൻസ് കിച്ചൺ. താങ്ക് യു.